എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ 90 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ 77ാമത്തെ ഡേ ആണ്. അപ്പം നമുക്ക് ഇന്ന് ഡീപ്പ് ഓയിലിംഗ് ഡേ ആണെന്ന് പറയാം. അതായത് നമ്മൾ നന്നായിട്ട് സ്കാൽപ്പിലേക്കും മുടിയുടെ ലെങ്തിലേക്കും ഒക്കെ ഓയിൽ വെച്ചിട്ട് നന്നായിട്ട് ഹെയർ വാഷ് ചെയ്യുന്ന, അതായത് ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് ഹെയർ വാഷ് ചെയ്യുന്ന ഡേ ആണ്. അപ്പോൾ നിങ്ങൾ ചാലഞ്ച് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാമായിരിക്കും. അതായത് നമ്മൾ എല്ലാ വീക്കിലും ആ ഒരു വീക്കിൻ്റെ അവസാനത്തെ ഡേ ചെയ്യാൻ പോകുന്നത് മെയിനായിട്ട് ഈ ഒരു പരിപാടിയാണ്. അതായത് അതുവരേക്കും നമ്മൾ വളരെ കുറച്ച് ഓയിലായിരിക്കും സ്കാൽപ്പിലേക്കാണെങ്കിലും മുടിയുടെ ലെങ്തിലേക്കാണെങ്കിലും ഒക്കെ കൊടുക്കുന്നുണ്ടാവുക. ഈ ഒരു ഡേയിൽ നമ്മൾ അത്യാവശ്യം നല്ലോണം ഓയിലെടുക്കുന്നുണ്ട്. അത് നമ്മുടെ തലയോട്ടിയിലും അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ലെങ്തിലേക്കൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു കുട്ടി മസാജൊക്കെ കൊടുത്തിട്ട് നമ്മൾ മുടി മേലെ കെട്ടി വെച്ച് ഒരു മണിക്കൂർ വെച്ചേക്കും. അങ്ങനെ തന്നെ അതിന് ശേഷം നമ്മൾ ഷാമ്പൂ ഇട്ടിട്ട് ഹെയർ വാഷ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു ഡേയിൽ നിങ്ങൾക്ക് ഭയങ്കര കൂളിംഗ് ആയിട്ട് തോന്നും കേട്ടോ. അതായത് നമ്മൾ നന്നായിട്ട് സ്കാൽപ്പിൽ ഹെയർ ഓയിലൊക്കെ ഇട്ടിട്ട് മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അതിനൊരു പ്രത്യേക സുഖമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് കുറേ സമയമൊക്കെ വെയിറ്റ് ചെയ്ത് വെച്ചിട്ട് ഹെയർ വാഷൊക്കെ ചെയ്യുന്ന ഡേ ആണെങ്കിൽ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. ഇതിപ്പോൾ ഹെയർ പാക്ക് ഇടുകയാണെങ്കിലും സെയിം ഇത് തന്നെയാണ് കേട്ടോ. ഓരോ ഹെയർ പാക്കിനും ഓരോ റിസൾട്ടുകളാണ്. അതായത് നമുക്ക് ചിലത് നമ്മുടെ മുടി ഭയങ്കര സോഫ്റ്റ് ആക്കും, ചിലപ്പോൾ നമ്മൾ അത് ഡ്രൈ ആക്കും. അതുപോലെ തന്നെ സ്കാൽപ്പ് നന്നായിട്ട് കൂളിംഗ് ആക്കുന്ന പാക്കുകളായിരിക്കും കൂടുതലും ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെയാണ് മുടിയിൽ ഓരോ പാക്കുകൾ ഇടുന്നതും ഓയിൽ ചെയ്യുന്നതിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ മുടി നന്നായിട്ട് മാനേജബിൾ ആക്കാനും സഹായിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ സ്കാൽപ്പിൽ ഫുള്ളായിട്ട് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് മുടിയുടെ ലെങ്തിലേക്കൊക്കെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് മുടി മേലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മണിക്കൂർ അങ്ങനെ തന്നെ വെച്ചേക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഷാമ്പൂ കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അതായത് ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ചെമ്പരത്തി ഇല വെച്ചിട്ടുള്ള താളിയാണ്. അപ്പം കുറച്ച് ചെമ്പരത്തി ഇല എടുത്ത് നന്നായിട്ടൊന്ന് കഴുകി കുറേ സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടത് കൈകൊണ്ട് തന്നെ ഞെരടി പിഴിഞ്ഞ് ആ ഒരു സത്ത് ഫുള്ളായിട്ട് എടുത്തു. എന്നിട്ട് അതൊന്ന് തുണിയിൽ അരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരിച്ചെടുത്താലും മതിയാകും. അല്ലെങ്കിൽ നമുക്ക് കല്ലൊക്കെ ഉണ്ടെങ്കിൽ കല്ലിലൊക്കെ ഇട്ട് ഉരച്ചൊക്കെ എടുക്കാം. അപ്പം ഇതിനോടൊപ്പം നിങ്ങൾക്ക് പൂക്കളും കൂടി ഉണ്ടെങ്കിൽ, അതായത് ചെമ്പരത്തി പൂക്കളും കൂടി ഉണ്ടെങ്കിൽ ആ ഒരു പൂക്കളും കൂടി ഇട്ടോളൂ കേട്ടോ. അല്ലെങ്കിൽ ഈ പൂക്കൾ മാത്രമായിട്ടാണെങ്കിലും നല്ലതാണ്. നമ്മുടെ മുടിക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാനാണെങ്കിലും മുടി വളർച്ച ഇരട്ടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ ഇത് അടിപൊളിയാണ്. അപ്പം നമുക്ക് ഓരോ വീക്കിലും ഓരോ തരം നാച്ചുറൽ ഷാമ്പൂസ് ട്രൈ ചെയ്ത് കൊടുക്കുന്നത് ഒരു ഹെയർ പാക്കിൻ്റെ എഫക്റ്റും കൂടി തരുന്നുണ്ട് കേട്ടോ. വെറും ഷാമ്പൂ മാത്രമല്ല, ഇവയൊക്കെ നമ്മുടെ മുടി വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഹെയർ പാക്കുകളും കൂടിയാണെന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് ഹെയറൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം മുടിയൊന്ന് കെട്ടി വയ്ക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഡേയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ചാലഞ്ചൊക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.